AI വന്നതുകൊണ്ടാണ് നമ്മളൊക്കെ റീപ്ലേസബിൾ ആയെന്നുള്ളൊരു നറേറ്റീവ് തെറ്റാണ്. അതിനെത്ര മുൻപേ തന്നെ നമ്മളൊക്കെ റീപ്ലേസബിൾ ആയിക്കഴിഞ്ഞിരുന്നു. നമ്മുടെ സാധാരണ കുടുംബങ്ങളുടെ സ്വപ്നം 2 കാര്യത്തിൻ്റെ മുകളിലാണ് പണിതത്. ഒന്നാമത്തത് ചീപ്പ് ലേബർ. ഐടിയുടെ കാര്യം തന്നെ എടുക്കാം. 98-ലെ Y2K പ്രശ്നത്തിന് ശേഷം ലോകം മുഴുവൻ കുറഞ്ഞ ചെലവിൽ കോഡ് എഴുതിക്കാൻ ഇന്ത്യയിലേക്ക് വന്നു. അങ്ങനെ TCS, ഇൻഫോസിസ് ബില്യൺ ഡോളർ കമ്പനികളായി മാറി. എത്ര കുറഞ്ഞ ചെലവിൽ? 2000-ൽ ഒരു അമേരിക്കൻ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് സാലറി $40,800 ആണ്. ഇന്ന് ഒരു IT ഫ്രഷറിന് കിട്ടുന്നത് 3 ലക്ഷം രൂപ മാത്രമാണ്. ഏകദേശം $3,700. 26 വർഷം മുൻപത്തെ അമേരിക്കൻ ശമ്പളത്തിൻ്റെ 10-1. പക്ഷേ ആ മോഡൽ എന്തായിരുന്നു? ഒരുപാട് ഫ്രഷേഴ്സിനെ കുറഞ്ഞ ശമ്പളത്തിലെടുക്കുക, ബേസിക്കായ വർക്ക് മാത്രം ചെയ്യിപ്പിക്കുക, അപ്സ്കില്ലിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കുക. അതായത് ഇവരെപ്പോഴും റീപ്ലേസബിൾ ആയിരിക്കും. അതായിരുന്നു ആ IT ബോഡി ഷോപ്പ് മോഡൽ. അതായിരുന്നു അതിൻ്റെ ലാഭവും. ഇത് IT-യിൽ മാത്രമല്ല, BPO, ബാക്ക് ഓഫീസ്, കോൾ സെൻറ്റർ എല്ലാം ഇതേ മോഡലാണ്. ചീപ്പ് റീപ്ലേസബിൾ ജോലികൾ. അപ്പോൾ AI ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് ഇത്തരം ബേസിക് ജോലികളെയാണ്. രണ്ടാമത്തത് സ്കില്ല് കുറവുള്ള ഔട്ട്ഡേറ്റഡ് ആയ സിലബസ് ഉള്ള ഡിഗ്രികളാണ്.